നമ്മൾ ഏതെങ്കിലും ഈവൻസിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഫോൺ ഉണ്ടാവും. Yes. ഇന്ന് 5 മണിക്ക് എനിക്ക് ഓഫീസിൽ വരണം, 6 മണിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി അതിലോട്ട് മൂവ് ഓൺ ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് എന്താണ്, അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. കുട്ടികൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്, പക്ഷേങ്കിൽ ഈ ഇൻഫർമേഷൻ വേണ്ട ഇൻഫർമേഷൻ ആണോ എന്നുള്ളതാണ് മേജർ പ്രോബ്ലം. ഇന്ന് എല്ലാ വീടുകളിലും നടക്കുന്ന അടി ഒരു കോമൺ സബ്ജക്റ്റിനെ ചുറ്റിപ്പറ്റിയാണ്, സ്ക്രീൻ ടൈം. കുട്ടികൾ സ്ക്രീനിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നു, അതിലിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാ പേരൻസിൻ്റെയും ഒരു കൺസേൺ ആണ്, ഒരു വഴക്കിനുള്ള മെയിൻ റീസണുമാണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും കോമൺ ആയിട്ട് നടക്കുന്ന ഈ സ്ക്രീൻ ടൈമിൻ്റെ പിന്നിൽ അതിന് ആക്ച്വലി ഒരു ഇമോഷണൽ ആസ്പെക്റ്റും കൂടി ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വൺസ് അഗൈൻ എ ബിഗ് വെൽക്കം ടു എവറി വൺ ഓഫ് യു. വി ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ഡോക്ടർ സിജി രവീന്ദ്രൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. വെൽക്കം വൺസ് അഗൈൻ ഡോക്ടർ. താങ്ക് യു മായ. ഓൾറൈറ്റ്, അപ്പോൾ ഡോക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഇന്ന് എല്ലാ കുടുംബങ്ങളിലെയും ഏറ്റവും വലിയൊരു വിഷയമാണ്. സോ നമുക്ക് ഈ കുട്ടികൾക്ക് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഡിവൈസസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അവരുടെ സ്കൂളും അവരുടെ ഹോം വർക്ക്സും എല്ലാം അതിൽ തന്നെയാണ് അടങ്ങിക്കിടക്കുന്നത്. ഇവൻ നമ്മുടെ ലൈഫ് തന്നെ എടുത്ത് നോക്കിയാൽ അറിയാലോ, ഇന്നിപ്പോൾ നമ്മുടെ ന്യൂസ് കൺസ്യൂം ചെയ്യുന്നതും എൻ്റർടൈൻമെൻറ്റ് കൺസ്യൂം ചെയ്യുന്നതും എല്ലാം, നമ്മുടെ ബാങ്കിങ് തൊട്ട് നമ്മുടെ എവറിത്തിങ് ഈസ് ഇൻ അവർ ഫോൺസ്. സോ ഈ ഫോൺ ഇല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ആങ്സൈറ്റിയാണ്, അയ്യോ എന്തോ ഇല്ലല്ലോ. അപ്പോൾ കമ്മിങ് ടു സ്ക്രീൻ ടൈം, ഹൗ ഡു യു know where to draw the line? എന്താണ്, what is the right amount that you can give to your children or to even consume ourselves? എക്സാക്ട്ലി. ഞാൻ കുട്ടികളുടെ കാര്യം പറയാൻ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പേരൻസിനോട് പറയുന്നത് 0 ഫോൺ യൂസേജ് ആണ്. ഒരു 13 ഇയേഴ്സ് വരെയെങ്കിലും മിനിമം. ശരിക്കും 15 ഇയേഴ്സ് വരെയാണ്, എന്നാൽ പോലും ഒരു 13 ഇയേഴ്സ് നമുക്കൊരു കൺസെഷൻ വെക്കാം. ഇത് റീസൺ വേറെ ഒന്നുമല്ല മായ, ഇത് കേസസ് നമ്മൾ അതുപോലെയാണ് കാണുന്നത്. കാരണം കുട്ടികൾക്ക് നാച്ചുറലി ഉള്ളവരാണ് ഒരു ബിഹേവിയറാണ് ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പീരിമെൻറ്റേഷൻ. എന്ത് കാര്യങ്ങളും ഒരു പട്ടിയുടെ വായിൽ കൈയിടാൻ വരെ അവർക്കൊരു മടിയില്ല. കാരണം എന്തുകൊണ്ടാണ്, അവർക്ക് അതിനെ എക്സ്പ്ലോർ ചെയ്താൽ മതി, അതിൻ്റെ കോൺസിക്വൻസസിനെക്കാട്ടിലും കൂടുതൽ അത് എക്സ്പ്ലോർ ചെയ്യും. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കല്യാണങ്ങൾക്കോ എവിടെയെങ്കിലും പോയി കുട്ടികൾ വായുന്ന് ഗെയിം കളിച്ചോളും, അവർക്കൊന്നും വേണ്ട. അതെ, അവർ ചിലപ്പോൾ ഒരു ഇല കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒന്നും വേണ്ട, അവർ എവിടുന്നേലൊക്കെ ഗെയിം അതാണ് ക്രിയേറ്റിവിറ്റി. അവിടെയാണ് അവരുടെ വിഷ്വൽ തിങ്കിങ്ങും വിഷ്വൽ തോട്ട്സും, അവിടെയാണ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒന്ന് ഫോം ചെയ്യുന്നത്. ആദ്യം മനസ്സിൽ പ്ലാൻ ചെയ്യും, പിന്നെ അത് ചെയ്യും. ആ ഒരു ക്രിയേറ്റിവിറ്റി കുട്ടികളിൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പൊടി കുഞ്ഞുങ്ങൾ പോലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഞാൻ അവിടെ വന്ന് എന്ത് ചെയ്യാനാ, അവിടെ ബോറടിക്കല്ലേ, എനിക്ക് എന്തെങ്കിലും ഗെയിം താ, ഫോൺ താ, അല്ലേ ഞാൻ എന്താ ചെയ്യണ്ടേ പറ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ പിള്ളേർ കരയണത്. അത് വളരും തോറും കൂടി വരിക. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഈവൻസിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഫോൺ ഉണ്ടാവും, ഇങ്ങനെ ഇരിപ്പുണ്ടാവും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അവരുടെ പ്രൊഫൈൽ നോക്കിയാലും മതി, ഷോൾഡേഴ്സൊക്കെ കുത്തി ഇരിക്കുന്നതും കൂടി പിടിച്ച് ഒരു കോൺഫിഡൻറ്റും ഇല്ലാതെയുള്ള ഒരു ഇരിപ്പായിരിക്കും. അതെപ്പോഴായിരിക്കും നമ്മൾ പോയി ഒരു കോൺവെർസേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ, അവർക്കൊന്നും ഇല്ല പറയാൻ. നമ്മളിപ്പോൾ തുടങ്ങാണ്, എന്തുണ്ട് വിശേഷം, സ്കൂൾ എങ്ങനെ പോകുന്നു, കുഴപ്പമില്ല നല്ലതാ, എന്താ പ്ലാൻ, എഞ്ചിനീയറിംഗ് പഠിക്കാനാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനാ, നമ്മളെ പോലെ ഇലാബറേറ്റ് ചെയ്ത്. കാരണം അവർക്ക് അറിയില്ല ഡിസ്കഷൻ ഇടാൻ, വിശേഷങ്ങൾ പറയാൻ മറന്നു പോകുന്നു. കാരണം അവരൊരു സ്ക്രീനിൻ്റെ പുറകിലാണ് കാണുന്നത്. അവിടെ അവർ ഡിസിഷൻ എടുക്കുന്നു, അവരെ ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എംപതി എന്നൊരു കാര്യം മറന്നുപോയി കുഞ്ഞുങ്ങൾക്ക്, അവർക്ക് അറിയില്ല. പണ്ട് ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ തമ്മിലൊരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കാണുവാണ് അതിൻ്റെ ഡാമേജ്, നെക്സ്റ്റ് ഡേ നമ്മൾ ഫേസ് ചെയ്യുവാണ്, ആൻഡ് തേർഡ് ഡേ പ്രോബബ്ലി ഐ കം ആൻഡ് ടെൽ യു സോറി പറയാം, അപ്പോളജൈസ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. ഇന്നത്തെ കുട്ടികൾ അവിടെയാണ് ആ എംപതി ലാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് സ്വന്തം ക്ലാസ്മേറ്റിനെ കൊത്തിക്കൊല്ലുന്നു. ഒരു ചെറിയൊരു കാര്യത്തിന് ആളുടെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് 2 കൂട്ടുകാർ ചേർന്നിട്ട് റബ്ബറും തോട്ടത്തിൽ കൊന്നു കുഴിച്ചു മൂടുന്നു. അതും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ, ബിക്കോസ് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് വാട്സപ്പിലാണല്ലോ, ആ ഇമോഷണൽ ഡാമേജ് അവരെന്താണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ ഇതെല്ലാം അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ചെറിയ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കേസസിൽ അവർ പറയുന്നത് ഓട്ടിസ്റ്റിക് ആണെന്ന് തോന്നുന്നു, ADHD ഉണ്ടെന്ന് തോന്നുന്നു, എൻ്റെ കുട്ടിക്ക് ഇതെല്ലാം ഉണ്ട്, ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, അഗ്രഷൻ ആയിരിക്കും, ആങ്കർ ഇഷ്യൂസ്, മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല, കണ്ണി നോക്കിയാൽ പോലും ഐ കോണ്ടാക്റ്റ് ഇല്ല. ശരിയാണ്, സംസാരിക്കാൻ സ്പീച്ച് ഡിലേ വരുന്നു, ശരിയാണ്, ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇത് വിർച്വൽ ഓട്ടിസമാണ്. ഫോണ്
കുഞ്ഞുകാലത്ത് പേരൻസ് കുട്ടികളെ അടക്കിയിരുത്താൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഫോൺ അങ്ങോട്ട് കൊടുക്കും, അടങ്ങി ഇരുന്നോളൂ ഇരിക്കുക. ഇപ്പൊ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. കുഞ്ഞുങ്ങൾ ഇത് ഫോൺ, ഇപ്പോൾ ഫുഡിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കുഞ്ഞ് എന്താ കഴിക്കണേന്ന് പോലും കുട്ടിക്ക് അറിയില്ല. കുട്ടി എവിടെയാ ഇരിക്കുന്നത്. സാധാരണ കുഞ്ഞുങ്ങൾ ഒരു പുതിയ റെസ്റ്റോറൻറ്റിലൊക്കെ സറൗണ്ടിങ് നോക്കുക, ഡെഫിനറ്റ്ലി വീടിന് വെളിയിൽ ഇറങ്ങുന്ന പോലും അവർക്ക് ലോട്ടറിയാണ്, അവർക്ക് ഹാപ്പിനെസ് ആണ്. അവർ ചുറ്റിനും എക്സൈറ്റഡ് ആയിട്ട് കാണേണ്ട കാര്യങ്ങളൊക്കെ ഈ സ്ക്രീനിൽ എടുക്കും. ഈവൻ പാർക്കിലൊക്കെ കണ്ടിട്ടില്ലേ, കുഞ്ഞിൻ്റെ മുമ്പിലൊരു സ്ക്രീൻ ഉണ്ടാവും, അവർ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ടാവും. അപ്പം ഞാനവർക്ക് എന്തിനാ പിന്നെ പാർക്കിൽ കൊണ്ടുവന്നേ, ഇവിടെ മരങ്ങളും കിളികളും എന്തൊക്കെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട്. അപ്പോൾ അതേപോലെയാണ് നമ്മൾക്കും അഡിക്ഷൻ ഉണ്ട്, ശരിയാണ്. പക്ഷേ നമുക്ക് സംഭവം ഇതിൽ നിന്ന് മാറാൻ പറ്റും. കാരണം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ. ഇന്ന് 5 മണിക്ക് എനിക്ക് ഓഫീസിൽ വരണം, 6 മണിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി അതിലോട്ട് മൂവ് ഓൺ ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് എന്താണ്, അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. റെസ്പോൺസിബിലിറ്റി എവിടെ പഠിക്കണം, പഠിക്കുന്നത് അവരെ എത്ര എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല, ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ എന്താണ്, അത് അവിടെയാണ് അവർ ഹൈഡ് ചെയ്യുന്നത്. അതായത് അവർക്ക് ആ ഒരു പ്ലെഷർ, ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും അത് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ മിക്സഡ് ഇമോഷൻ, ഇതാണ് ഇതിനകത്ത് അലാമിങ് സിറ്റുവേഷൻ. എന്തുകൊണ്ടാണ് റീൽസ് ഏത് സബ്സ്റ്റാൻസസിനേക്കാളും അഡിക്റ്റഡ് ആണെന്നതിന് പറയുന്നതിനൊരു റീസൺ ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു മൂവി കാണുമ്പോൾ ഒരു ലോങ് മൂവി 2 hours, അതിനൊരു തുടക്കം ഉണ്ടാവും, അതിനൊരു ട്വിസ്റ്റ് ഉണ്ടാവും, ഒരു കൺക്ലൂഷനും ഉണ്ടാവും. അതൊരു സ്റ്റോറിയാണ്. ഇന്ന് നമ്മളിപ്പോൾ ഒരു സ്റ്റോറിയോ റീൽസോ കാണുമ്പം ആദ്യം കാണുവാണ്, ഒരു പെണ്ണും ചെറുക്കനും കൂടെ ടൂറ് പോയി, ഇവർക്ക് ഇവിടുന്ന് എത്രയും പൈസ. വേറൊരാൾ നോക്കുമ്പോൾ ഒരു ഡാൻസ് കളിക്കുന്നു, ഇവർക്കൊക്കെ എന്തൊക്കെയാ സ്കിൽസ്, എനിക്കിതൊന്നും അറിയത്തില്ല. വേറൊരാൾ നോക്കുമ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇടുന്നു, ഇവർക്കിത് എവിടുന്നാ കിട്ടണേ. പല മിക്സഡ് ഇമോഷൻസ് വന്നിട്ട് നമ്മുടെ ബ്രെയിൻ അത് അത്രയും കൺസ്യൂം ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ഇല്ല. സോ ബ്രെയിൻ ഈസ് കൺഫ്യൂസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡൽട്സ് പോലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു 30 minutes റീൽസ് കണ്ടു, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ടൊരു കണ്ടന്റ് എഴുതാനോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ മായയുടെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യാനോ ഇരുന്ന് കിട്ടില്ല. ആക്ച്വലി ദാറ്റ്സ് വെരി ട്രൂ. എസ്പെഷ്യലി ഇന്നിപ്പോൾ എന്താ, വെറുതെ ചാറ്റ് GPT കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം സാധനം ഇങ്ങ് കിട്ടുകയല്ലേ. നമുക്ക് നമ്മുടെ ബ്രെയിൻ അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീസ്ഡ് ആയിട്ടിരിക്കും. നമ്മൾ ഈ ഒരു കുഞ്ഞൊരു നേരത്തെയൊക്കെ നമ്മൾ ലോങ് ഇമെയിൽ എഴുതിയത് ഇപ്പം നമ്മളവർക്ക് ഞാൻ എഴുതിയത് ശരിയാവില്ല, അവിടെ ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റലാ. ഇന്നത്തെ കുട്ടികൾക്ക് എഴുതുന്നത് ഒരു ടാസ്ക് ആണോ? വെരി മച്ച്. കാരണം അത് കുട്ടിക്കാലം മുതൽ ഈ ഫോൺ അഡിക്ഷനുള്ള കുട്ടികൾക്ക് ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ എന്നൊക്കെ പറയും. ഡിസ്കാൽക്കുലിയ, അതായത് മാത്സിൽ പുറകോട്ട്, മാത്തമാറ്റിക്സിൽ ഈ കാൽക്കുലേഷൻ പുറകോട്ട് വരുന്നത്. കാരണം ക്രിയേറ്റീവ് പാറ്റേൺ വരുന്നില്ല. അതേപോലെ അവർക്ക് എഴുതുന്നതും വായിക്കുന്നതും എല്ലാം ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഈ AI ടൂൾസൊക്കെ കുറേ കൊണ്ടുവന്നത്, ഈ കുട്ടികൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. കാരണം ഇനിയത്തെ ജനറേഷൻ അങ്ങനെയേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകം തന്നെ കാരണം ഹ്യൂമൻ മൈൻഡിനെ വളരെ ലെസ്സായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ടെക്നോളജി വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഇപ്പം നടക്കുന്നത്. സി ദ ഹോൾ പോയിന്റ് വാസ് ആക്ച്വലി അഡ്വാൻസ്മെന്റ്സ് വരുമ്പോൾ ദ ഹോൾ പോയിന്റ് വാസ് നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണല്ലോ. പക്ഷെ ഇപ്പൊ ഡോക്ടർ പറയുന്നത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കുറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ബ്രെയിൻ. നമ്മൾ നേരത്തെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഒന്നും ചെയ്യുന്നില്ല. ഒരു ലൈനെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ അയക്കാൻ പറ്റുന്നുണ്ടോ? ചാറ്റ് GPT ചോദിക്കുക. ചിലപ്പോൾ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് അതേപോലെ ചാറ്റ് GPT കിട്ടിയിട്ട് ഒന്നും കൂടെ പോളിഷ് വേർഷൻ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. അഗെയിൻ അതും ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റലാണ്. അതായത് ഞാനിത് എഴുതിയ തെറ്റാണോ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇത് ഭയങ്കര അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം കുട്ടികളിൽ നാച്ചുറലി ഉണ്ടാകുന്ന ഈ ഒരു ക്യൂരിയോസിറ്റി പാറ്റേണും ക്രിയേറ്റിവിറ്റി പാറ്റേണും എല്ലാം നഷ്ടപ്പെട്ടിട്ട് കുട്ടികളെ നമ്മളൊരു പ്രോഡക്റ്റായിട്ട് ഒരു റോബോട്ടിനെ പോലെ നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ട് നിർത്തുകയാണ്. അതിന് സ്ക്രീൻ ടൈം major reason. But appa pinne are in schools, the educational system also responsible for it. കാരണം 6 വയസ്സായ കുട്ടി തൊട്ട് കുഞ്ഞിലെ, അതായത് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ കുട്ടിക്ക് ആ കുട്ടിയുടെ സ്കൂൾ വർക്ക്സ് കിട്ടുന്നത് ഇതിനകത്താണ്, മറ്റേ കമ്പ്യൂട്ടറിലാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അതിനും എനിക്ക് തോന്നിയിട്ടുള്ളത് ടീച്ചേഴ്സിൻ്റെ വർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കിതിനകത്ത് ഒരേ ആക്ഷൻ സ്കൂളിലെല്ലാം ഇത് നിരോധിക്കുക, അത് നമുക്കിപ്പോൾ പറ്റാത്തിടത്തോളം കാലം പക്ഷേ ഒരു മോണിറ്ററിങ് സിസ്റ്റം കൊണ്ടുവന്ന് കുട്ടികൾക്ക് ലിമിറ്റഡ് സ്ക്രീൻ കൊടുത്ത് അതും വലിയ സ്ക്രീൻ ആക്കാൻ മാക്സിമം നോക്കുക. മൊബൈൽ
ഓക്കെ. മൊബൈലിനെക്കാട്ടും കൂടുതൽ. കാരണം ഐ കോണ്ടാക്ട് കൂടുതൽ, ഐ മീൻ ഐയുടെ പ്രോബ്ലം ഒഴിവാക്കാനും പ്രൊഫൈൽ ബെറ്റർ ആക്കാനും. അതായത് ഇവരുടെ ഷോൾഡേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ, ഇവർക്ക് സ്പൈൻ, പുറം വേദന എല്ലാം ഇവർ ചുരുണ്ടു കൂടിയാണ് ഇരിക്കുന്നത്. എവിടെ ഇരിക്കുമ്പോഴും കൊച്ചു കുട്ടികൾക്ക് വരെയും പുറം വേദന വന്നു തുടങ്ങി. മേജർ കേസ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ട്, ഡോക്ടേഴ്സ് എത്രയാ കേസസ് വരുന്നതെന്നുള്ളത്. ഹോസ്പിറ്റൽസിനാണ് അത് ഗുണം ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ പ്രൊഫൈലെല്ലാം ചേഞ്ചായി അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പ്രോബ്ലം ഒരു ബിഗ് സ്ക്രീൻ കൊടുത്ത് ഒരു മോണിറ്ററിങ് സിസ്റ്റം വെച്ച് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഇത് തീർക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, നമ്മൾ കുറച്ച് എഫേർട്ട് ഇടുക. എൻ്റെ അഭിപ്രായത്തിൽ 0 യൂസേജ് ആണ് ഫോണിന് കൊടുക്കേണ്ടത്. കാരണം ഇത് കുട്ടികളുടെ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്ത് കുഞ്ഞുങ്ങളെ വളരെ ഇമോഷൻ സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത് എല്ലാ കേസസിൻ്റെയും പുറകിൽ ഫോൺ ഒരു മേജർ. ആബ്സല്യൂട്ട്ലി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി, ഇപ്പോൾ 0 ഒരു യൂസേജ് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫോർ എക്സാമ്പിൾ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അതിനകത്താണ് എങ്കിൽ നമ്മളിപ്പോൾ അവരുടെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ലീഡ്സ് ടു എ പവർ സ്ട്രഗിൾ. അതായത് എനിക്കിഷ്ടമുള്ളതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്കും കുട്ടികൾ പോകുന്നുണ്ട്. ഉറപ്പായിട്ടും അതാണ് ഇപ്പോഴത്തെ ഏറ്റവും കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പേരൻസിനും കുട്ടികളുടെ ഇടയിലും സംഭവിക്കുന്നത്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് നാച്ചുറലി ഉള്ള ഒരു എനർജി ഉണ്ടല്ലോ, എല്ലാം ഓടി നടന്ന് ചാടി നടന്ന് അവർക്ക് എന്തൊക്കെയോ ചെയ്യണം. അതിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. ഇന്ന് തൊട്ട് ഞാൻ റൂൾ ഉണ്ടാക്കുകയാണ്, ഈ വീട്ടിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് ഞാനൊരു ലോജിക്കലി 1 മണിക്കൂർ ലെക്ചർ ക്ലാസ് നടത്തി സ്പീച്ച് നടത്തിയിട്ട് കാര്യമില്ല. ആ കുട്ടിക്ക് വാട്ട് എൽസ്? സോ എനർജി സ്പെൻഡ് ചെയ്യാനായിട്ട് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഓപ്ഷൻ. അങ്ങനെ വരുമ്പോൾ ആ പേരൻസ് ഓൾസോ അണ്ടർ ദ സ്ട്രെസ്. ഈ കുഞ്ഞിന് ബോറടിക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ കുഞ്ഞിനെ ഫുൾ ടൈം എൻഗേജ് ആയിട്ട് ഇരുത്തണം, കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഫുൾ ടൈം ആ കുട്ടിയുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുത്തില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ ഇപ്പോൾ കുട്ടിക്ക് ഒരു സ്വിമ്മിങ്ങിന് വിടാം. അല്ലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്വിമ്മിങ് പറഞ്ഞത് ഹോൾ ബോഡീനെ അത് ഒരു കൈൻഡ് ഓഫ് ശരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഗെയിം അവർക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമിലോട്ട് വിടാം. പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലൈക്ക് ഈ ഹൈക്കിങ്, ട്രെക്കിങ്. കാരണം ഇതൊക്കെ കുട്ടികളെ പുഷ് ചെയ്യുവാണ്, അവരുടെ ലിമിറ്റേഷൻസിൻ്റെ ബിയോണ്ട് പുഷ് ചെയ്യുക. പിന്നെ ഹോഴ്സ് റൈഡിങ്, ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതും നമ്മുടെ ലിമിറ്റേഷൻസിനെ പുഷ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ ഞാനിപ്പോൾ ചെറിയ ചെറിയ കുട്ടികളുടെ പേരൻസിനോടൊക്കെ പറയാറുണ്ട്, ഇന്ന് കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് ആ വീട്ടിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടെൻ്റ് അടിച്ചു വെക്കാം. അതിനുള്ളിൽ കുറച്ച് ബൾബ്സും സ്റ്റാർസും കുഞ്ഞിനെ ഹാം ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളും എല്ലാം വെക്കുമ്പോൾ അവിടെ കുറച്ച് ഗെയിംസും ഉണ്ടാവണം. അവിടെ നമ്മളൊരു ഒരു വഴി ഓപ്പൺ ചെയ്യുവാണ് കുഞ്ഞുങ്ങളെ ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി. അവിടെ ഇരുന്ന് അവർ സ്വന്തമായിട്ട് ഗെയിം ഡിസൈൻ ചെയ്ത് പഠിക്കട്ടെ. പിന്നെ ഗ്രാജുവലിയാണ് ആ ബോറിങ് സിറ്റുവേഷൻ മാറുന്നത്. കാരണം ഫോണിൻ്റെ ബിയോണ്ട് അല്ല ഒന്നും അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കില്ല. പക്ഷെ അതിലേക്ക് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറച്ച് എഫോർട്ട് ഇടണം. അപ്പോൾ മാക്സിമം ആ വീട്ടിൽ ഫോൺ ഉപയോഗിക്കാതെ കൊണ്ടുവരിക. പേരൻസിന് വർക്ക് ബിസി, അവിടെയും വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ കൊണ്ടുവരണം. വർക്കിലും ഹോമും ആകണം. അവരുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫിനും തിരിക്കണം. അതന്നെ അവരറിയണം. പക്ഷെ ആക്ച്വലി അതൊരു റീസണാണ് പറയുന്നത്, ഇവർക്കാണ് ഫോൺ അഡിക്ഷൻ. അതെ അതെ അതെ, പേരൻസിന്റെ ഒരു ഫോൺ അഡിക്ഷൻ അത് വേറെ തന്നെ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ മാക്സിമം നമുക്കത് അറിയാം, നമുക്ക് മനസ്സിലാവും. കാരണം വർക്കിൽ ചിലപ്പോൾ അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ഒരു ടൈം പാസ് ആയിരിക്കും. എങ്കിൽ പോലും മാക്സിമം കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരെ ഫുള്ളാക്കി, അവർക്ക് റൂളും വേറൊരാൾക്ക് വേറൊരു റൂളും ഇല്ലാതെ മാക്സിമം കുട്ടികളുടെ മുമ്പിൽ വെച്ചൊന്ന് ബാലൻസ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക. എന്നിട്ട് കുട്ടികൾക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിലും ബെറ്റർ രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നതാണ്. ഓ മൈ ഗോഡ്. എന്നിട്ട് അവരുടെ കൂടെ ചേർന്ന് കളിക്കുക. ഒരു ഫാമിലി ആക്ടിവിറ്റി പോലെ അതാക്കണം. എക്സാക്ട്ലി. റാദർ ദാൻ സെറ്റിംഗ് ഒരൊറ്റ റൂൾ സെറ്റ് ചെയ്ത് അത് കുട്ടിക്ക് മാത്രം ബാധകമാണ്, എനിക്ക് ബാധകമല്ല എന്നുള്ളതിനെക്കാട്ടിലും യു സെറ്റ് ദ റൂൾ ഫോർ എവ്രിവൺ. എക്സാക്ട്ലി. ആൻഡ് എല്ലാവരും കൂടി ആ ഒരു ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം ചോയ്സ് നമുക്കെല്ലാം ഇഷ്ടമുള്ളത് ചോയ്സ് അല്ലേ. പലപ്പോഴും കുട്ടികൾക്ക് ചോയ്സ് ഇല്ല. ഇപ്പം ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കുട്ടികൾ പറയാണ്, കുഞ്ഞുങ്ങൾ പറയാണ്, എനിക്ക് വിശപ്പില്ല, എനിക്കിപ്പോൾ ഫുഡ് വേണ്ട. നമുക്കൊരു വയറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇന്ന് എനിക്ക് ഫുഡ് വേണ്ട കേട്ടോ, ഇന്ന് എനിക്കിത് കഴിക്കാം. പക്ഷേ അവിടെ നമ്മുടെ ചോയ്സ് ഓക്കെയാണ്, നമുക്ക് പിന്നെ സമയം എടുത്ത് കഴിക്കാം. പക്ഷെ കുഞ്ഞുങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇതൊന്നും കഴിക്കില്ല, നേതാണ് ഞാൻ രാവിലെ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എന്ന് പറഞ്ഞിട്ട് ഒരു ഗിൽട്ടെല്ലാം കൂടി ഇട്ടി കുട്ടികളെ തല്ലി പിടിപ്പിച്ച് അടിപ്പിച്ച് ഇതെല്ലാം ചെയ്ത് കുഞ്ഞുങ്ങളെ വായിലോട്ട് കുത്തികയറ്റി വെക്കും. അപ്പോൾ ഈ ചോയ്സസ് അവർക്ക് ഒരിക്കലും കൊടുക്കില്ല. ഞാനൊരു 10 മിനിറ്റ് TV കണ്ടോട്ടെ, 10 മിനിറ്റോ ഇല്ല, അതിന് പകരം ശരി
15 മിനിറ്റ് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഇന്ന് ഹോംവർക്ക് ചെയ്താൽ മതി എന്നൊരു ഓപ്ഷൻ ഒന്ന് കൊടുത്തേ. അവിടെ നമ്മളെ തന്നെ, നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ അല്ലേ അത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതിൽ കൂടെ കോൺഫിഡൻറ്റ്, എൻ്റെ പേരൻസ് എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു, എന്നെ വാലിഡേറ്റ് ചെയ്യുന്നു, അവിടെ തന്നെ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ ഒരു മാറ്റം വരത്തില്ലേ. അപ്പോൾ നമ്മൾ പക്ഷേ ആ 15 മിനിറ്റ് കഴിയുമ്പോൾ മോണിറ്റർ ചെയ്യണം, ഞാൻ തന്നു ഇനി നാളെ തരണ്ടേ എന്നുള്ളത്. പിന്നെ അതേപോലെ ഗെയിംസ്, ഇത് ഇങ്ങനെയാവല്ലേ ഹോംവർക്ക്, അതേപോലെ ഗെയിംസ് കൊടുക്കാം. ഇപ്പൊ ഹോംവർക്ക് ചെയ്തിട്ട് ഗെയിം കളിക്കണമെന്ന് പറയണേ, ഗെയിം കളിച്ചോ, ഹോംവർക്ക് ചെയ്തിട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അടുത്ത ആക്ടിവിറ്റി വിട്ടാൽ മതി. അല്ലാണ്ട് കുറേ കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ഇടുന്നതിന് പകരമായിട്ട് എല്ലാത്തിനും ഒരു ചോയ്സസ് കൊടുത്താൽ തന്നെ ഈ ഫോൺ അഡിക്ഷനും നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഗുഡ് ഓപ്ഷൻ കൊടുത്ത് കുട്ടികളുടെ കൂടെ നിന്നതൊരു ആക്ടിവിറ്റി ആയിട്ട് എടുത്ത് കൊളാബറേഷൻ, അത് വെരി ഇമ്പോർട്ടൻ്റ്. അതിൽ കൂടെ ഇത് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, കുട്ടികൾക്ക് ബോർഡം ഓക്കെ ആണോ? അതായത് ഇറ്റ്സ് ഓക്കെ ടു ബി ബോർഡ് എന്ന് പറയുന്നത് ഓക്കെയാണോ? വെരി മച്ച് ഓക്കെയാണ്. കാരണം അവിടെയാണ് ക്രിയേറ്റിവിറ്റി വരുന്നത്. നമുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ചില മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണാം, ലോൺനെസ് ആണ് ലോകത്തിലേക്ക് ഏറ്റവും മോശമായ കാര്യം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്, ലോൺനെസ്സിലാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് തനിച്ചിരിക്കുക എന്ന് അനുവദിക്കുക അല്ലേ. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ബോർഡം അത് ഈസി ആയിട്ട്, അവിടെയാണ് കുഞ്ഞുങ്ങൾ പുതുതായിട്ട് ചിന്തിക്കുക. അപ്പോഴാണ് അവരുടെ ക്രിയേറ്റിവിറ്റി വരുന്നത്. അവർ ചിലപ്പോൾ പല ടാൻട്രംസും കാണിക്കും, കരയും, വഴക്കടിക്കും, ബഹളം ഉണ്ടാക്കും, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇപ്പോൾ അത് എക്സ്ട്രീമിലോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെ അക്നോളജ് ചെയ്യുക, എന്തെങ്കിലും രീതിയിൽ അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോവുക, പാർക്കിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അത് ലാസ്റ്റ് ഓപ്ഷനാണ്. ഇതിപ്പോൾ ഇമ്മീഡിയറ്റ് ആണ് പേരൻസ് ചെയ്യുന്നത്. ഇത് ചെയ്താൽ ഇതിന് റിവാർഡ് ഇതാണ്, അത് കുട്ടികളെ റിവാർഡ് സിസ്റ്റമായിട്ട് ബ്രെയിനിൽ പ്രോസസ്ഡ് ആണ്. അപ്പോൾ അത് പാടില്ല. അതിന് പകരം പ്രോബബ്ലി ആ ജേർണി കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാക്കി തന്നെ കൊണ്ടുപോവാം. പക്ഷെ മേക്ക് ഷുവർ ചെയ്യണം ഈ ബോർഡത്തിന് അവരെ അനുവദിക്കുക. അപ്പോഴാണ് അവർ പല കാര്യങ്ങൾ കൊടുക്കുക. പക്ഷേ ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവണം. ഈ പറയുന്ന പോലെ കുറച്ച് പേപ്പേഴ്സും ഗെയിംസും അതേപോലെ പെയിന്റിങ്സും എന്തെങ്കിലുമൊക്കെ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ അല്ലേ, നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നത്. കുട്ടികളെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യം പേരൻസിന് അറിയാലോ, അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷമായിരിക്കണം ഇതിനെ അനുവദിക്കുക, അതിന് ശേഷമായിരിക്കണം റൂൾസും കൊണ്ടുവരിക. റൈറ്റ്. അപ്പോൾ ഇനി ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തായാലും നമുക്കൊരു സീറോ ഡിവൈസ് അല്ലെങ്കിൽ സീറോ ഗാഡ്ജറ്റ്സ് എന്നുള്ളൊരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് ഗ്രേറ്റ്, വളരെ നല്ലതാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് മിക്കപ്പോഴും നടക്കില്ല. ആസ് ഐ ടോൾഡ് യു, അത് സ്കൂളിൻ്റെ വർക്ക്സും ഒക്കെ അതിനകത്തായിരിക്കും. സോ എത്രയാണ് ഒരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത്? ഐഡിയൽ ടൈം ഈ 13 ഇയേഴ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എനിക്കൊരു ഐഡിയൽ ടൈം പറഞ്ഞാൽ ഞാനത് ക്രൂവലായി പോകും മയ. ഇത് മേജർ പ്രോബ്ലം നമ്മൾ കാണുവാണ് ഇതിൻ്റെ കേസത്തിൽ. അപ്പോൾ ഈ പഠിത്തത്തിൻ്റെയൊക്കെ പേരിൽ പ്രോബബ്ലി ഒരു 1 hour ഒക്കെ കൊടുക്കാം. ആ 1 hourനുള്ളിൽ തീർത്താൽ മതി എന്നുള്ളത്. കാരണം ബാക്കിയുള്ളത് പേരൻസ് ഒരു എഫേർട്ട് ഇടട്ടെ, ഇട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കൂ, അവരെ അതിൽ കൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും വരുന്നത്. പക്ഷെ 1 hour ആണ് മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓൾ റൈറ്റ്, ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, യെസ്, ആൻഡ് എല്ലാ ഹൗസ് ഹോൾഡ്സിലും ഒരു ബാലൻസ് നമുക്കറിയാം എവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ഒരു ഡോക്ടർ എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു പ്രസൻറ്റർ എന്നുള്ള ലെവലിലോ ഇത്രയാണ് കറക്റ്റ് എന്ന് നമുക്ക് ഒരു ഫുൾ പ്രൂഫായിട്ട് പറയാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എക്സാക്ട്ലി, അതൊരിക്കലും പറ്റില്ല. പിന്നെ അതേപോലെ ഈ ബോർഡത്തിൻ്റെ കാര്യം പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. പലപ്പോഴും നമ്മൾ ഈ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ടീമായിട്ട് നിന്ന് ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒരു കൊളാബറേഷൻ കൊണ്ടുവരുന്നതിന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ചോയ്സസിനകത്തൂടെ വരുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഈ മൂവിയൊക്കെ പേരൻസുമായിട്ട് ഒരുമിച്ച് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീക്ക്ലി വൺസ് അറ്റ്ലീസ്റ്റ് ഈ കുട്ടികളിലൂടെ കുട്ടികൾ കാണുന്ന മൂവി അവരുടെ കൂടെ എൻജോയ് ചെയ്ത് കാണുന്ന പോലെ നമ്മൾ പ്രിറ്റൻഡെങ്കിലും ചെയ്യണം. അവിടെ പ്രോബബ്ലി ഒരു മൂവി നൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പോപ്കോണും അവർക്ക് ഇഷ്ടമുള്ള കോഫി, പിസ്സ, ഇതൊക്കെയാണ്. പിന്നെ ഒരു ഡേറ്റ്, കുട്ടികളുമായിട്ടൊരു പിസ്സ ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതെല്ലാം കുഞ്ഞുങ്ങളിൽ ഈ ചോയ്സസ് കൂട്ടുകയും അവരുടെ ഒരു സെൽഫ് എസ്റ്റീമും സെൽഫ് റെസ്പെക്റ്റും കൂട്ടുകയും അറ്റ് ദ സെയിം ടൈം അവർക്ക് ഫീൽ ചെയ്യും ഞാനൊരു കംഫർട്ട് ആൻഡ് സേഫ് പ്ലേസ് ആണ്, ജഡ്ജ്മെൻറ്റില്ലാത്ത കാണുന്ന പേരൻസ് ആണ്, ഞാൻ അവർ പറയുന്നതും കൂടെ ഞാൻ അവരെ വാലിഡേറ്റ് ചെയ്യണം, അവർ പറയുന്നതിലും കാര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു
ഒരു സിസ്റ്റത്തിലോട്ട് വരികയും പിന്നെ പേരൻസിന് അവരുടെ കൺട്രോളിലോട്ട് പോകാനും പറ്റും. ദാറ്റ്സ് വെരി ട്രൂ. കാരണം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോഴും ദേ ഷുഡ് തിങ്ക് ദാറ്റ് ഓർ ദേ ഷുഡ് അറ്റ്ലീസ്റ്റ് ഫീൽ ദാറ്റ് എൻ്റെ പേരൻസ് എൻ്റെ സൈഡിലാണ്, എൻ്റെ നല്ലതിനാണ് ഈ പറയുന്നതെന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് വരണമെങ്കിൽ അവിടെ കൺട്രോളിനെക്കാട്ടിലും ഒരു കണക്റ്റാണ് വരേണ്ടത്. എക്സാക്ട്ലി, വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സംടൈം ഈ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഥകൾ പറയുമല്ലോ, അവിടെ ഇങ്ങനെ ഉണ്ടായപ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടായിരിക്കും ഇവർ വന്ന് പറയുക. അപ്പോൾ ഉടനെ അമ്മയുടെയോ അച്ഛൻ്റെയോ കയ്യിൽ നിന്ന് ഒരു ലെക്ചറൽ സെഷൻ ഉണ്ടാവും. എന്നിട്ട് ഈ കുട്ടിയുടെ ഇമോഷൻസിനെ എല്ലാ മൊമെൻറ്റിൽ തന്നെ അങ്ങ് ഡിസ്മിസ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള കുറേ ജഡ്ജ്മെൻ്റൽ പാറ്റേൺ, ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ എന്തായിരുന്നറിയോ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞങ്ങളെ പിന്നെ ജീവനോടുണ്ടാകത്തില്ല, എൻ്റെ അച്ഛൻ എന്നെ കെട്ടിയിട്ട് അടിച്ചു, 150 അടി അടിച്ചു, ഇതെല്ലാം പറഞ്ഞിട്ട് ഈ കുട്ടീനെ സബ് കോൺഷ്യസ്ലി നമ്മൾ കൊടുക്കുവാണ് എന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ട്രസ്റ്റ് അങ്ങ് നഷ്ടപ്പെടുവാണ്. നെക്സ്റ്റ് മൊമെന്റിൽ പിന്നീട് ആ കുട്ടി നമ്മുടെ അടുത്ത് വന്ന് പറയില്ല. പിന്നെ അവരൊരു സേഫ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കും. ആ ഫ്രണ്ട് പ്രോബബ്ലി പല രീതിയിലും ആ കുട്ടീനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സ്കില്ലായിട്ടുള്ളതായിരിക്കും, ഡോമിനേറ്റിംഗ് സ്കില്ലുള്ളതായിരിക്കാം, ഇൻഡിപെൻഡൻസ് ട്രേഡ്സ് ഒരിക്കലും സമ്മതിക്കാത്ത ഒരാളായിരിക്കാം, അതേപോലെ ഡിപ്പെൻഡൻസി ട്രേഡ്സ് ഈ കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരാളായിരിക്കും. ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലാണ് ഇതെല്ലാം ബാധിക്കുന്നത് പല രീതിയിലും. അപ്പം ഇങ്ങനെ പല രീതിയിലും നമ്മൾ ഈ ഫോൺ അഡിക്ഷനിലാണ് ഇത് പറയുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം നമ്മൾ ഇന്ന് തൊട്ട് റൂള് കൊണ്ടുവരാൻ പറഞ്ഞാൽ റൂൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാനുള്ളൊരു കാര്യം ഡോക്ടർ, ഇപ്പോൾ ദർ ആർ ചിൽഡ്രൻ ഹു ആർ വെരി സ്മാർട്ട്. ഇന്നത്തെ കുട്ടികൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് മക്കള് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പോലൊന്നും അല്ല, ഇന്നത്തെ മക്കൾ വളരെ സ്മാർട്ടാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ മോസ്റ്റ് ഓഫ് ദെയർ സ്മാർട്ട്നെസ് ആക്ച്വലി കംസ് ഫ്രം ബീങ് അവെയർ അല്ലേ. അവർക്ക് കിട്ടുന്ന അവരുടെ കോണ്ടന്റ് അത്രയും ഇന്റൻസ് ആയതുകൊണ്ടാണ് അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സിനെ കുറിച്ചും കുട്ടികൾക്ക് ഇന്ന് അറിയാം. ലൈക്ക് ഇഫ് യു ടോക്ക് ടു ദം അബൌട്ട് എനിത്തിങ്, ലൈക്ക് ഇന്നിപ്പം ഒരു ഡ്രസ്സിനെ കുറിച്ച്, ഫാഷനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കുക, കുട്ടികൾക്ക് ഭയങ്കര അവെയർനെസ് ഉണ്ട്. സോ ഈ അവെയർനെസ്സും ഈ നോളജും സ്മാർട്ട്നെസ്സും ഒക്കെ വരുന്ന ഈ ഡിവൈസസിൽ നിന്നല്ലേ? ഉറപ്പായിട്ടും അത് നമ്മൾ അക്നോളജ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്, പക്ഷേങ്കിൽ ഈ ഇൻഫർമേഷൻ വേണ്ട ഇൻഫർമേഷൻ ആണോ എന്നുള്ളതാണ് മേജർ പ്രോബ്ലം. കാരണം അക്യുമുലേറ്റഡ് ആയിട്ടുള്ള കുറേ, ഇപ്പോൾ ഫാഷനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ അവരുടേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ ഫോളോ ചെയ്യുന്നത് ചിലപ്പോൾ ന്യൂയോർക്കിൽ ഇരിക്കുന്ന ആളുടെ ആയിരിക്കും അവരിവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ലൈക്സ് കൂടുതൽ കിട്ടിയാൽ അത് ഫോളോ ചെയ്തിട്ട് ഒരു മേജർ ആളുകളും അത് ചെയ്യാറ്. ആക്ച്വലി ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു റീല് കണ്ടതേ ഉള്ളൂ. അതായത് വെൻ ഐ വാസ് എ ചൈൽഡ് എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് മറ്റേ മാമാട്ടിക്കുട്ടിയമ്മയുടെ ഒരു ഹെയർ സ്റ്റൈല്, ഇന്ന് എൻ്റെ മോളുടെ ഹെയർ സ്റ്റൈൽ മറ്റേ അമ്മ ഐ വോണ്ട് സൈഡ് മറ്റേ ബാങ്ക്സ് വേണം, മറ്റേ സൈഡിൽ ഇങ്ങനെ 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 കിടക്കണം. സോ കുട്ടിക്ക് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ അറിയാം. അത് വളരെ നല്ലൊരു സൈനാണ്. പക്ഷേ എന്നാൽ പോലും നമ്മളുടെ ആ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ഈച്ച് ഇൻഡിവിജ്വലിനുള്ള ഒരു പേഴ്സണാലിറ്റി ഐഡൻറ്റിറ്റി, ആ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് തോന്നില്ലേ? കാരണം ഇന്ന് അവർക്കൊരു റിയൽ കോൺവെർസേഷൻ അവർക്ക് തുടങ്ങാൻ അറിയില്ല. സ്ക്രീനിൻ്റെ പുറകിൽ മാത്രമായിരിക്കും ഇവരുടെ കോൺവെർസേഷൻ വരുന്നത്, ചാറ്റിലൂടെ ഒക്കെ. ഒരു റിയൽ കോൺവെർസേഷൻ്റെ ഒരു മൊമെൻറ്റിൽ ഇവരാകെ സ്ട്രെസ്ഡ് ആയി പോവും, അവർക്കത് പറ്റാതെ വരുന്നു. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു മുന്നോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ ഒരുപാട് കുട്ടികൾ പുറകോട്ട് പോകുന്നു. ചിലപ്പോൾ നമ്മൾ കാണത്തില്ലേ, നല്ല റീല് ഡാൻസ് ഒക്കെ കളിക്കുന്ന കുട്ടികളെ നമ്മളൊരു പ്രോഗ്രാമിന് എവിടെയെങ്കിലും ഒന്ന് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവരാണോ ആ സ്ക്രീനിലെന്നുള്ളത്. വെരി ട്രൂ, വെരി ട്രൂ. നമ്മളിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ അതിശയപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഓൺലൈൻ കാണിക്കുന്ന ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് ഇവർക്ക് തകർക്കാൻ പറ്റുന്നു. പക്ഷേ ഓൺ സ്റ്റേജ് വരുമ്പോൾ ലൈവായിട്ട് അവർക്ക് പറ്റില്ല. കാരണം അതൊരു എഡിറ്റ് ചെയ്യാമല്ലോ, എഡിറ്റ് ചെയ്ത് പുറകോട്ട് പോവാം, പിന്നെ അതിനകത്ത് ഫിൽറ്റേഴ്സ് ഇടാം. അപ്പോൾ റിയൽ ലൈഫിനെ അവർക്ക് ഫേസ് ചെയ്യാം. പിന്നെ നോളജ്, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, പക്ഷേങ്കിൽ ഇതിനെ ഒന്നും റൈറ്റ് ഇൻഫർമേഷൻ ആണെന്ന് പോലും അവർക്ക് അറിയില്ല. ചിലപ്പോൾ അവർ നമ്മളോട് ആർഗ്യൂ ചെയ്യും, വിത്ത് കുറച്ച് നല്ല ലാംഗ്വേജസിലൊക്കെ വെച്ച് അവർ നല്ല രീതിയിൽ ആർഗ്യൂ ചെയ്യും. പക്ഷേ അവരതിനെ അങ്ങ് ബിലീവ് ചെയ്യാണ്. ഇത് ഫാക്ട് ചെക്ക് ഒന്നും നടത്താതെ കിട്ടുന്ന യൂട്യൂബിൽ നിന്നൊക്കെ ഉള്ളൊരു ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും പറയുക. നമ്മളൊക്കെ പ്രോബബിളി പഠിച്ചത് ഇവിടുന്ന് ബുക്ക് വായിച്ചിട്ടായിരിക്കാം, പല റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുണ്ടാവാം. അതിൽ സോഷ്യലൈസ് ചെയ്യുന്നതിലൂടെ കുറേ നമുക്ക് എല്ലാവരുടെയും ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് കിട്ടും, പെർസ്പെക്റ്റീവ് നമ്മൾ മനസ്സിലാവും, അവരുടെ മാപ്പ് ഓഫ് ദ റിയാലിറ്റീനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അവരായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ആ പെർസ്പെക്റ്റീവ്
അത് തെറ്റാണ്, ഞാനാണ് ശരി, എൻ്റെ മാപ്പ് ഓഫ് ദ ടെറിട്ടറി മാത്രമാണ് ശരി, ഇവിടെ നടക്കുന്നതാണ് ശരി. എന്നിട്ട് ഞാൻ ആർഗ്യൂ ചെയ്യാണ്. അപ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ട് ആർഗ്യൂ ചെയ്യാൻ അവർക്ക് അറിയാം. അപ്പോൾ അത് പാർട്ടി ഓർക്കുന്നു എത്ര കഴിവാ പിള്ളേർക്ക്. പക്ഷെ അല്ല, ഇവരുടെ ഒരു സ്കിൽസും അവർ ഉപയോഗിക്കണില്ല, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്നില്ല. എവിടുന്നൊക്കെയോ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇവർ മാക്സിമം പറയുക. അപ്പം അത് വെച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല കുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണെന്ന്. പിന്നെ ഗെയിമും ഇതിനകത്തൊരു മേജർ പാറ്റേൺ ഉണ്ട്. അയ്യോ, ഇന്ന് അതാണ്, അത് പേരൻസ് ഉൾപ്പെടെ, ഐ എം ഗിൽറ്റി ടു, ഞാനത് കളിക്കാറുണ്ട്. പക്ഷേ സത്യമാണ്, ചില സമയത്ത് ഓൾ ദീസ് ആപ്സ് നമുക്ക് ഇങ്ങനെ മറ്റേ 1 hour ഒക്കെ മറ്റേ ഫ്രീ ലൈഫ് ഒക്കെ തരും. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് കുത്തിയിരുന്ന് കളിക്കാനായിട്ട് ഒരുപാട് നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇരുന്ന് ചെയ്യാനായിട്ട്. യെസ്, ഗെയിംസ് ഓൾസോ അഗൈൻ കുട്ടികൾക്ക് ഒരു ഭയങ്കര ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ബ്രെയിനെ ആക്ച്വലി എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുള്ള സിസ്റ്റമാണ് ഈ ഗെയിംസിൽ കൂടെ അവർ ഡെവലപ്പ് ചെയ്തത്. കാരണം എങ്ങനെ വേണേലും നമ്മളെ ഈസി ആയിട്ട് അവരുടെ ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ആരാണോ ഗെയിം ഡിസൈൻ ചെയ്ത് സെല്ല് ചെയ്യുന്നവർക്ക്. കാരണം നമ്മുടെ കൺട്രോളിലല്ല നമ്മൾ. ഇപ്പം പെട്ടെന്ന് നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ ഓൾ ഓഫ് ദ സഡൻ ഒരു അറ്റാക്കേഴ്സ് കയറി വണ്ടി ഓടിക്കുക. അപ്പോൾ ഇപ്പോൾ എനിക്ക് പോകേണ്ടത് വീട്ടിലാണ്, പക്ഷെ എനിക്ക് വോയിസ് ഇല്ല, എൻ്റെ കണ്ണു മൂടിയിട്ടേക്കാണ്, എൻ്റെ വായ് മൂടി. ഇപ്പോൾ അറ്റാക്കർ എവിടെ കൊണ്ടുപോകുന്നു അതുവഴി ഞാൻ പോകേണ്ടി വരും. അതേ രീതിയിലാണ് നമുക്ക് ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും അതേപോലെ ഈ ഫോൺ അഡിക്ഷൻസും ഈവൻ ഈ ഗെയിം അഡിക്ഷനും ഒക്കെ വരുമ്പോൾ ആ അറ്റാക്കറാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത്, നമ്മളല്ല. അപ്പോൾ അവർ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ പോവുകയാണ്. പിന്നെ നമ്മളെ പുഷ് ചെയ്യാണ്, അയ്യോ എനിക്ക് ജോലിക്ക് കയറണം, ഓൺ എയർ കയറണം, എനിക്ക് ക്ലയൻസ് വരുമെന്നുള്ളതിൻ്റെ നമ്മളെ പുഷ് ചെയ്തിട്ടാണ് നമ്മൾ അതിന് ക്രോസ് ചെയ്ത് ഇറങ്ങി വരുന്നത്. അതൊരു മേജർ ചാലഞ്ചിങ് പാറ്റേൺ ആണ്, അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുമാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു കോൺവെർസേഷൻ ഓൾദോ നമ്മൾ ഡിവൈസസും സ്ക്രീൻ ടൈമിനെ കുറിച്ച് ആയിരുന്നെങ്കിലും എവറിത്തിങ് ഹാസ് എൻ ഇമോഷണൽ ഒരു കണക്ഷൻ ടു ഇറ്റ്. അപ്പം നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഈ പല പല ആസ്പെക്ട്സിൽ കിടപ്പുണ്ട് എന്നുള്ളൊരു റിയലൈസേഷനും കൂടി തരാൻ വേണ്ടിയാണ്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഡോക്ടർ, ആൻഡ് വി ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ഡോക്ടർ സിജി രവീന്ദ്രൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.